ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷവർമ ബ്രെഡ് ഡിസ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഡിസ്ക് ആണ്. നമുക്കിത് ഓവനൊന്നും വേണ്ട ചെയ്യാനായിട്ട്. അപ്പോൾ എളുപ്പത്തിൽ മസാലയൊന്നും ഉണ്ടാക്കാതെ ചെയ്യാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തക്കാളി ചേർത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ, അതുകൊണ്ടാണ് ടേബിൾ സ്പൂണിന്റെ അളവിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സവാള ചേർത്തിട്ടുണ്ട്. ഒരു സവാളന്റെ 1/4 കഷ്ണം അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ്. ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ച് പിച്ചിയെടുത്ത ചിക്കൻ ആണ്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നാരങ്ങ നീര്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പൊ നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പൊ എരിവിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് പാകത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മയണൈസിലൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ മയണൈസ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബ്രെഡ് ഡിസ്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബ്രെഡും ഇതും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോമ്പുതുറ സ്നാക്കാണ്. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി, ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പൊ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് 2 സൈസിൽ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ബ്രെഡ് ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ നല്ല വലുപ്പമുള്ള ഒരു റൗണ്ടുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡിന്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പൊ ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക, എന്നാലും നമുക്ക് നല്ല വലുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു റിങ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഡോണറ്റിനൊക്കെ കട്ട് ചെയ്യില്ലേ, നടുക്ക് ചെറിയൊരു ഹോള് വരുന്ന രീതിയിൽ അതുപോലെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് നമുക്ക് റിങ് പോലെ ചെയ്തെടുക്കാം. ഇതേപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഒരു റിങ് ഷേപ്പ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ട്, അതിന്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിസ്ക് മാതിരി ആവും. ഇതേപോലെ ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാം. കട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇനി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അടിയിലത്തെ ബ്രെഡിൽ മയണൈസ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കാരണം നമ്മൾ മേലെ റിങ് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയും കിട്ടും, അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഫുള്ളായിട്ട് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലയിൽ നമുക്ക് ഇതേ റിങ് വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിവിടെ സെറ്റ് ആയിട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പൊ എത്ര ഒന്നും പറയുന്നില്ല, ഏകദേശം ഒരു 2 ടീസ്പൂൺ ഒക്കെ മതിയാവും വെച്ച് കൊടുക്കുമ്പോൾ. വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിയിലത്തത് കീറി പോരുത്, പക്ഷെ എന്നാലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരാത്ത രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പൊ മയണൈസ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ മയണൈസിന് പകരം ഇതുപോലെ ടൊമാറ്റോ സോസ് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേ റിങ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ഫില്ല് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ബീഫും ഇല്ല ചിക്കനും ഇല്ലെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. ഇതോടെ കുറച്ചും കൂടി ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിന്റെ സൈഡിലായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് മേലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ വേവിച്ച് വരുന്ന സമയത്ത്, ഫ്രൈ ചെയ്യല്ല വേവിച്ച് വരുന്ന സമയത്ത് ചെറിയൊരു ബ്രൗൺ കളർ കിട്ടാനായിട്ടാണ്. അപ്പൊ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കളർ ചേഞ്ച് നമുക്ക് വരില്ല എന്നേ ഉള്ളൂ. ഒരു വൈറ്റ് കളറിൽ തന്നെ അതങ്ങനെ ഇരിക്കും നമ്മൾ വേവിച്ച് കഴിയുമ്പോഴും. അപ്പൊ ഈ ബട്ടർ ആക്കുവാണെങ്കിൽ മേലെ ചെറിയൊരു ബ്രൗൺ കളർ കിട്ടും.
അപ്പൊ ഞാൻ ബട്ടർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതിലും ബട്ടർ ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്നാക്ക് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അപ്പൊ അതേ ഇതിന്റെ മേലിൽ നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയാലും മതി. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്കൊരു റിങ് ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി പാത്രം എടുത്താലും മതി. എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിൻ ഉണ്ടല്ലോ, അത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇടയ്ക്ക് തുറന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് നോക്കുക ചീസ് മെൽറ്റ് ആയിട്ടുണ്ടോ, മേലഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. കാരണം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടേണ്ടത്, അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറെ നേരം മുമ്പേ ആക്കി വെക്കരുത്. നമ്മൾ നോമ്പെടുക്കാനാവുമ്പോഴത്തേക്ക് ആക്കിയാൽ മതി. കാരണം നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.